ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് വേദപുസ്തകത്തിലെ ഒരു ദൈവ പൈതലിനെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അനേക വട്ടം രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഞാൻ പറഞ്ഞാൽ വായിച്ച് വെള്ളമിറക്കും, കൊതിയൂറും. അതിനകത്തെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വലിയ പ്രത്യാശ നിറയും. പക്ഷെ പലപ്പോഴും നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിച്ചു തുടങ്ങിയാൽ അവസാനിപ്പിക്കാനുള്ള യോഗമില്ല. അതിനു മുമ്പേ നമ്മൾ നിർത്തിപ്പോവും. നമുക്ക് 20-ാം അധ്യായം വരെ പിടിച്ചു നിൽക്കാനുള്ള ആംബിയർ ഇല്ല എന്ന് ഞാൻ പറയും. അതിനു മുമ്പേ മടുക്കും, മതിയെന്ന് വെക്കും. കാരണം 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പിശാചിന്റെ അന്തം നമുക്ക് കാണാം, അവസാനം. അത് നമ്മൾ കാണാൻ അവൻ പലപ്പോഴും സമ്മതിക്കില്ല. അതിനുമുമ്പ് നമ്മളെ യോഗം പിരിച്ചുവിട്ട് കൊണ്ടുപോകും. യോഗത്തിൽ നിന്ന് അവൻ പിരിച്ചുകൊണ്ടുപോകും. അവിടെയാണ് അവന്റെ അന്ത്യം നമ്മൾ കാണുന്നത്. അവന്റെ അന്ത്യം കാണാൻ നമ്മളെ അവൻ അനുവദിക്കില്ല. അപ്പോഴും അവൻ നമ്മുടെ മനസ്സിൽ നല്ല ഹീറോ ആയിട്ട് തന്നെ നിൽക്കും. എന്നാൽ ആ 20 അധ്യായം അങ്ങ് തീർന്നാൽ 21-ാം അധ്യായം മുതൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ വസ്തുതകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകമുണ്ട് എന്ന് ഞാൻ ധരിക്കുകയാണ്. 21-ാമത്തെ അധ്യായം, അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. രണ്ടാമത്തേത്, കുഞ്ഞാടിന്റെ കാന്ത, പുതിയ യെരൂശലേം. ഈ 2 കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പഠനം നമുക്ക് 21-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൽ 21-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തുള്ള കാര്യം നമ്മൾ ഇതിനോടകം പഠിച്ചതാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. അതിന്റെ 1-ാം വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കക്ഷതയും ഇനി ഉണ്ടാകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയത്രേ.
പ്രൈസ് ദി ലോർഡ്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, നമ്മൾ അവിടെയാണ് ആരംഭിക്കുന്നത്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരുശലേം എന്ന ആശയം കേവലം യോഹന്നാന് മാത്രം വെളിപ്പെട്ട് കിട്ടിയ ഒരു കാര്യമല്ല. പൗലോസും ഈ പുതിയ യെരുശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. മീതെയുള്ള യെരുശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് ഗലാത്യ ലേഖനം 4:26 നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് മീതെയുള്ള യെരുശലേം. മീതെയുള്ള യെരുശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഈ വിശുദ്ധ നഗരം ഭർത്താവിന് വേണ്ടി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെയാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്ന് നമുക്ക് 19-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ കാണാം. 19-ന്റെ 7-9 ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷണ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന കാന്ത, ഒരു മണവാട്ടിയെ പോലെ തയ്യാറായിരിക്കുന്നവൾ. 21-ന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്. 21-ന്റെ 9 ഇങ്ങനെയാണ് പറയുന്നത്: കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. 21-ന്റെ 9 കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. 19-ന്റെ 9 തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന കാന്തയെ, കുഞ്ഞാടിന്റെ കാന്ത, ഇതെല്ലാം സഭയെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഭർത്താവിന് വേണ്ടി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെയാണ് യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എങ്ങനെ? ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട ഒരു മണവാട്ടിയെ പോലെ. മണവാട്ടി എത്രത്തോളം വിവാഹ നാളിൽ തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അലങ്കൃതയായി തീരുന്നുവോ, സുന്ദര കോമള കളേബരയായി, വിശുദ്ധ വസ്ത്രവിഭൂഷതയായി, അവൾ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ച് 45-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ എന്തുകൊണ്ടും സുന്ദരരൂപിണിയായി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ പോലെയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേം എന്ന നഗരം എന്ന് സാരം. അതുകൊണ്ടാണ് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഈ കാന്തയെ എവിടെ കാണാം? ഈ നഗരത്തിന്റെ അന്തഃപുരത്തിൽ കാണാം. ഈ നഗരത്തിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മളത് പിന്നാലെ പഠിക്കും. ഇതിന്റെ അന്തഃപുരത്തിൽ കാണാം. അന്തഃപുരത്തിലെ പ്രധാന കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുമാണ്. അവരായിരിക്കുന്ന
ആ പട്ടണമാണ് പുതിയ യെരൂശലേം. അതിന്റെ സൗന്ദര്യവും ഭംഗിയും കണ്ടിട്ട് യോഹന്നാന് നമുക്ക് പറഞ്ഞു തരാൻ തോന്നിയത് തന്നെത്താൻ അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിക്ക് സദൃശ്യം എന്നാണ്. ദൂതൻ യോഹന്നാനോട് പറഞ്ഞപ്പോൾ മണവാട്ടിയെ കാണാൻ അവൻ തിരിഞ്ഞു നോക്കി. പക്ഷേ കണ്ടത് മണവാട്ടിയെ അല്ല, പിന്നെ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. അപ്പോ അലങ്കരിക്കപ്പെട്ട പുതിയ യെരൂശലേം എങ്ങനെ? മണവാട്ടിയെ പോലെ. ഞാൻ നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം. ഇത് പുതിയ യെരൂശലേമിന്റെ ഒരു ഭക്തന്റെ ഭാവനയിൽ 21-ാം അധ്യായത്തെ വരച്ചെടുത്ത ഒരു ചിത്രമാണ്. 21-ന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ അധീകരിച്ചുകൊണ്ട് അതിന് 12 ഗോപുരങ്ങൾ, 12 അടിസ്ഥാനങ്ങൾ, മാലാഖമാർ, മനോഹരമായ മതിലുകൾ, അകത്ത് കുഞ്ഞാട്. ഞാൻ അടുത്ത ചിത്രത്തിൽ നിങ്ങൾക്ക് അത് കുറേ കൂടി വിശദമായിട്ട് കാണാൻ സാധിക്കും. ആ സെൻട്രലിൽ കാണുന്ന സ്ഥലമാണ് അന്തഃപുരം. അന്തഃപുരത്തിൽ കുഞ്ഞാട്, 12 ഗോപുരങ്ങൾ, ഓരോ സൈഡിൽ 3 വീതം, 12 ഗോപുരങ്ങൾ. സമചതുരം എന്ന് പറയുമ്പോൾ ക്യൂബ് ആകൃതിയാണ്. നീളം, വീതി, ഉയരം ഇതെല്ലാം ഒരുപോലെ തുല്യമാണ്. അതിന്റെ മനോഹാരിത യോഹന്നാന് കണ്ടിട്ട് അത് എന്തിനോട് ഉപമിക്കേണ്ടു എന്ന് അവൻ അറിയില്ല. നമ്മൾ പഠിക്കും അതിനെക്കുറിച്ച്. അത്ര മനോഹരമായ ഈ ക്യൂബാകൃതിയിലുള്ള ഒരു നഗരം ഇറങ്ങി വരും. നമുക്ക് എന്തുമാത്രം കിട്ടുമെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. ഒരു വിശ്വാസിക്ക് എന്തുമാത്രം അവിടെ കിട്ടും എന്ന് നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഇതൊന്നും ഒരു ശരിയായ ചിത്രങ്ങളല്ല. ഒരു ഭക്തൻ അത് വായിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം മാത്രം എന്നേ ഉള്ളൂ. അപ്പോ ഏകദേശം അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബാകൃതിയാണ്. നീളം, വീതി, ഉയരം എന്നിവ തുല്യമാണ്. 21-ന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ എല്ലാ കാലത്തുമുള്ള വലിയ വാഞ്ചയാണ് മനുഷ്യനോട് കൂടെ പാർക്കണമെന്നുള്ളത്. എന്തൊരാഗ്രഹമാണെന്നറിയാമോ നമ്മുടെ കൂടെ അവന് പാർക്കാൻ? ഉദാഹരണം നിങ്ങൾക്കറിയാമായിരിക്കും. ഏദനിൽ ആദമിനെയും ഹവ്വയെയും പർദീസായിലാക്കി. ആദാമ്യ പർദീസായിൽ അവർ പഴം പറിച്ചു നിന്ന് നഗ്നരെന്നറിഞ്ഞ് വൃക്ഷത്തണലിൽ മറിയുന്ന സമയം വരെയും യഹോവയായ ദൈവം അവരെ എന്നും വന്ന് സന്ദർശിക്കുമായിരുന്നു. കാരണം തന്റെ സൃഷ്ടികളെ കാണാനുള്ള അവരുടെ ഹൃദയത്തിലെ വാഞ്ച വളരെ വലുതായിരുന്നു. ദൈവമക്കളെ, അങ്ങനെ ആയിരുന്നു നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫൈനെല്ലാം ഒടുക്കി നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ഇന്ന് നമ്മെ ആ പർദീസായിലാക്കിയിരിക്കുകയാണ്. നമ്മെ കാണാൻ ഇമ്മാനുവേൽ, സകല ജനത്തെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്നും അവൻ നമ്മോടുകൂടെ പാർക്കുന്നു എന്നുള്ളതിനാൽ അവനെ ഇമ്മാനുവേൽ എന്നും പേർ വിളിക്കണം. ദൈവം നമ്മോടുകൂടെ. അതിന്റെ യഥാർത്ഥമായ നിറവേറൽ നാം കാണുന്നത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയുടെയും കാലയളവിലാണ്. എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് സുന്ദര രൂപിണിയായി ഒരു പട്ടണം ഇറങ്ങി വരികയാണ്.
പട്ടണം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടുമല്ല, നമ്മുടെ ഈ മന്ദബുദ്ധി കൊണ്ട് ആലോചിക്കാൻ കഴിയാത്തത്, ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതുപോലെ വർണ്ണമനോഹരമായ ഒരു നഗരമാണ് യെരുശലേം. ദൈവത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്നു മനുഷ്യരോടുകൂടെ വസിക്കുക എന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. സദൃശ്യവാക്യങ്ങൾ 8:31 വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. സദൃശ്യവാക്യങ്ങൾ 8:31 അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു, എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടിയായിരുന്നു. ദൈവത്തിന്റെ സന്തോഷം നമ്മോടുകൂടെ അവനായിരിക്കുമ്പോഴാണ്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് ദൈവത്തിന് നമ്മുടെ കൂടെ പാർക്കാൻ ഇടമുണ്ടാകുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിൽ ആനന്ദമുണ്ടാകുന്നത് ദൈവം നമ്മുടെ കുടുംബത്തിൽ പാർക്കുമ്പോഴാണ്. ദൈവ സാന്നിധ്യം കുടുംബത്തിൽ വരുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നത്. ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയിൽ നിന്ന് പോകുമ്പോൾ അവന്റെ മുഖം കറക്കും. ദൈവ സാന്നിധ്യം ഒരു ഭവനത്തിൽ നിന്ന് പോകുമ്പോൾ ആ ഭവനത്തിലെ ആനന്ദം നഷ്ടപ്പെടും. ദൈവ സാന്നിധ്യം ഒരു സഭയിൽ നിന്ന് പോകുമ്പോൾ ആ സഭയുടെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മളെ ആനന്ദിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നാം ഉൾപ്പെടുന്ന ഭവനവും നാം ഉൾപ്പെടുന്ന സഭയും സന്തോഷം അനുഭവിക്കണം, സന്തോഷ സമൃദ്ധമായിരിക്കണം എന്ന് സാരം. അപ്പോ ഏദനിൽ എല്ലാ ദിവസവും സായങ്കാലങ്ങളിൽ ദൈവം ഇറങ്ങി വരികയും ആദാമുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:8 എന്നാൽ പാപം പ്രവേശിച്ചതോടുകൂടി ആ കൂടിക്കാഴ്ച നിന്നുപോയി. എപ്പോഴാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കം അവസാനിക്കുന്നത്? എപ്പോഴാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള സംഭാഷണം അവസാനിക്കുന്നത്? ഏത് സമയത്താണോ പാപം നമ്മിൽ പ്രവേശിക്കുന്നത്, ആ സമയം മുതൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കുകയാണ്, വിടവ് സംഭവിക്കുകയാണ്. ആകയാൽ നമ്മുടെ ജീവിതയാത്രയിൽ എന്നും ഓർക്കേണ്ടതും എപ്പോഴും പഠിക്കേണ്ടതും ഒന്നേ ഒന്ന് കാര്യം. എന്ത്? ദൈവിക സംസർഗത്തിന് തടസ്സമായിട്ടൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. അവൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നാണ് പുറപ്പാട് പുസ്തകം 25:8 പറയുന്നത്. അപ്പോ ദീർഘനാളുകൾ ദൈവവും മനുഷ്യനുമായിട്ടുണ്ടായ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായതിന്റെ അനന്തരഫലമായി അകന്നുപോയ ബന്ധത്തെ സാധൂകരിക്കുവാൻ നീ ജനത്തിന്റെ നടുവിൽ പാർക്കാൻ ഒരു ജനത്തെ അവൻ വേർതിരിച്ചു. അബ്രഹാമിനൊരു ജാതിയെ വേർതിരിച്ചു. അബ്രഹാമിനൊരു കുലത്തെ വേർതിരിച്ചു. ആ വേർതിരിക്കപ്പെട്ട കുലത്തിനകത്ത് അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ പാർക്കണം. ഏതിനിലെ ആഗ്രഹം നടന്നില്ല, ശത്രുത പരാജയപ്പെടുത്തി. ഇനി എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നിങ്ങളോട് കൂടെ പാർക്കണമെന്നുള്ളതാണ്. മോശേ, ഞാൻ പറയുന്നത് പോലെ നീ ഒരു കൂടാരം ഉണ്ടാക്കണം. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നിങ്ങനെയുള്ള 3 ഭാഗങ്ങളോടുകൂടി ഒരു കൂടാരം ഉണ്ടാക്കണം. ആ കൂടാരത്തിൽ ഞാൻ പാർക്കും. എന്നാൽ
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കാര്യം മാറി. അവൻ പാർക്കുന്നതും മനുഷ്യനിർമ്മിതമായ കൂടാരത്തിനകത്തല്ല, ദൈവനിർമ്മിതമായ മനുഷ്യനകത്താണ്. നമ്മൾക്കുള്ളിലാണ് ദൈവം പാർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയാന്തർഭാഗത്താണ് അവൻ വസിക്കുന്നത്. ഈ കാലയളവിൽ ദൈവത്തിന് നമ്മിൽ പാർക്കാൻ പള്ളി വേണ്ട, കെട്ടിടം വേണ്ട, രമ്യകർമ്മ്യങ്ങൾ വേണ്ട, കോടികളുടെ ബംഗ്ലാവുകൾ വേണ്ട. ഒരു കൊച്ചു ഹൃദയമുണ്ടെങ്കിൽ ഈ ഹൃദയത്തിൽ അവൻ പാർക്കും. അത് അവന്റെ വലിയ ആഗ്രഹമാണ്. ആഗ്രഹത്തിന് വേണ്ടി തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെല്ലാം അവൻ വിലയ്ക്ക് വാങ്ങിച്ചു. അവന്റെ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് പൊതിഞ്ഞു കെട്ടി, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് നമ്മളെ അവന്റെ സ്വന്തമാക്കിയും വെച്ച് ഹൃദയത്തിനകത്ത് പാർക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. നമ്മൾ വായിച്ച സ്ഥാനം എന്താണ്? പുതിയ യെരൂശലേം പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ അലങ്കരിക്കപ്പെട്ട ഒരു പട്ടണം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ശാപമില്ലാത്ത ഭൂമി, പാപമില്ലാത്ത ഭൂമി, സമുദ്രമില്ലാത്ത ഭൂമി, വെളിച്ചങ്ങൾ ആവശ്യമില്ലാത്ത ഭൂമി, ജീവജല നദി ഒഴുകുന്ന ഭൂമി, അതിന്റെ കരയ്ക്കൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഫലം ഉതകുമാറും ഔഷധസിദ്ധമായ വൃക്ഷം, ഇതെല്ലാമുള്ള മനോഹരമായ ആ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു മന്ദിരം ഇറങ്ങി വരുന്നു. വിശുദ്ധ മന്ദിരം. എന്തിന്? അവന് നമ്മളോട് കൂടെ പാർക്കാൻ. മരുപ്രയാണം കഴിഞ്ഞ് ഇസ്രായേലും ദൈവവും ഒരുമിച്ച് വസിക്കുന്നതിന്റെ നിഴലായിരുന്നു കൂടാര പെരുന്നാൾ. അത് ഇന്നും അതിന്റെ ഓർമ്മയ്ക്കായി അവർക്ക് പള്ളികളില്ലെങ്കിൽ അവർ ഒരുമിച്ച് കൂടുകയും യെരൂശലേം ദൈവാലയത്തിന്റെ അങ്കണത്തിൽ അവർ കൊച്ചു കൊച്ചു കൂടാരങ്ങൾ കെട്ടി ഇന്നും അതിന്റെ ഓർമ്മയെ നിലനിർത്തുകയാണ്. ലേവ്യാപുസ്തകം 23-ാം അധ്യായം 33-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ അത് കാണുവാനായിട്ട് സാധിക്കും. ആ നിഴലിന്റെ പൊരുൾ ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. ഏതാണത്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നൊരു മഹാശബ്ദം ദൈവസിംഹാസനത്തിൽ നിന്ന് യോഹന്നാൻ കേൾക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം പുതിയ യെരൂശലേം എന്ന നഗരം പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുഴങ്ങി കേൾക്കുന്ന നാദം ഇതാണ്: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടുത്തെ ഒരു മനോഹര സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണത്. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? അന്നാളിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടയ്ക്കും. അന്നാളിൽ. ഇന്ന് കരയുന്നവർ അന്ന് ചിരിക്കും, ഇന്ന് ദുഃഖിക്കുന്നവർ അന്ന് ആനന്ദിക്കും, ഇന്ന് സങ്കടപ്പെടുന്നവർ അന്ന് ആർപ്പ് വിളിക്കും, ഇന്ന് വേദനിക്കുന്നവർ അന്ന് ആശ്വാസം പ്രാപിക്കും, ഇന്ന് ദുഃഖത്തിലൂടെ കടക്കുന്നവർ അന്ന് സന്തോഷത്തിലൂടെ കടക്കും. അന്നാളിൽ സാക്ഷാൽ നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ വടിച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദിവസം നമ്മുടെ കണ്ണുനീരിനെ അവൻ വടിച്ചു നീക്കും. ആ ദിവസമാണ് നമ്മുടെ പ്രത്യാശയുടെ ദിവസം. ആ ദിവസമാണ് നമ്മുടെ പ്രതീക്ഷയുടെ ദിവസം എന്ന് നമ്മൾ ഓർക്കണം. നിങ്ങൾ ആ വാക്യം മറക്കരുതട്ടോ. എപ്പോ കരഞ്ഞാലും ഓർക്കണം, എപ്പോ കണ്ണു നിറഞ്ഞാലും ഓർക്കണം, എപ്പോൾ ഹൃദയം നിറഞ്ഞ് വിങ്ങിപ്പൊട്ടി കണ്ണു നിറഞ്ഞൊഴുകുമ്പോൾ ഓർക്കണം, സാരല്ല, അന്നാളിൽ അവൻ എൻ്റെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീർ വടിച്ചു മാറ്റും. സ്തോത്രം പറഞ്ഞോട്ടോ. അന്ന് തീരും ഈ ദുഃഖം, അന്ന് തീരും ഈ വേദന, അന്ന് മാറും ഈ കണ്ണുനീർ.
അവിടം വരെ ഈ ലോകത്ത് പാർക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിന് നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നത് ദുഃഖവും വേദനയും നെടുവീർപ്പും സങ്കടങ്ങളും പട്ടിണിയും അസംതൃപ്തിയും അസ്വസ്ഥതകളും മാത്രം. എന്നാൽ സ്വർഗം നമുക്ക് പ്രോമിസ് ചെയ്യുന്നതോ നിത്യത, സൗഭാഗ്യം, സന്തോഷം, സമാധാനം, ദൈവകൃപ, സ്വർഗീയ സൈന്യങ്ങൾ, സ്വർഗത്തിലെ വിഭവങ്ങൾ, ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹര ദിവസം നമുക്ക് മുൻപിൽ ഉണ്ട്. പുതിയ യെരൂശലേം നഗരത്തിന്റെ നിസ്തുല്യത നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ ഈ വാക്യം നമ്മെ സഹായിക്കട്ടെ. അന്നാളിൽ അവൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65, 66 അധ്യായങ്ങൾ നോക്കിയാൽ കാണാം. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ, നൊമ്പരങ്ങളെ ഒപ്പിയെടുത്ത് നമ്മളെ അവൻ സ്വതന്ത്രമാക്കുന്നു. 21-ന്റെ 5-ാം വാക്യം നോക്കൂ. സഹസ്രാബ്ദം അവസാനിക്കുന്നു. മരുഭൂമിയിൽ മരണം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് മരണമുണ്ടായിരുന്നു. എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മരണമില്ല. എന്തേ? കാരണം നമ്മൾക്കുള്ളത് മഹത്വ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. മഹത്വ ശരീരം എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച ജയാളികൾ മാത്രമേ ഉള്ളൂ. വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം ഭൗമിക ശരീരത്തോടെയല്ല, അഭൗമിക ശരീരത്തോടെ സ്വർഗത്തിൽ ജീവിക്കും. ദൈവങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത് അന്നാളിൽ, ദൈവത്തിന് സ്തോത്രം, ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാനിതെല്ലാം ഒന്ന് കയറി ഇറങ്ങിപ്പോയപ്പോ എൻ്റെ ഹൃദയം വളരെ ആനന്ദപുളകിതമായി. അന്നാളിൽ ഈ കേടെല്ലാം തീരും, ഈ വേദനയെല്ലാം മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടെ നമ്മൾ വാഴുന്ന മരണം ഇല്ല പിന്നെ. കാരണം ആ മരണത്തിന് അവിടെ പിന്നെ മരണത്തിന് സ്ഥാനമില്ല. നമുക്ക് മഹത്വ ശരീരം കിട്ടും, മരണമില്ലാത്ത ശരീരം കിട്ടും, രക്തമില്ലാത്ത ശരീരം കിട്ടും, ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ശരീരം കിട്ടും. ചൂടില്ല, ലവലേശമില്ല. കേരളത്തിലെ ചൂടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പരാക്രമം പിടിച്ച് നടക്കണ്ടല്ലോ. അന്നാളിൽ ചൂടില്ല, തണുപ്പില്ല. ഇതാ കർത്താവിനോട് കൂടെ, അല്ല, കർത്താവ് നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. നാമും നമ്മുടെ കർത്താവും ഒന്നായിത്തീരുന്ന കാലം. ഞാൻ ആ ഭാഗം വിട്ടു വരട്ടെ. ആ നിസ്തുല്യത നമ്മുടെ ഇടയിൽ നിറയട്ടെ. ഇനി മരണം ഉണ്ടാവുകയില്ല എന്ന് സാരം. എല്ലാം പുതുതാകുകയാണ്. എല്ലാം, എവരിതിങ്, സകലതും പുതുതായി. ആകാശം, ഭൂമി, സകല സൃഷ്ടികളും, ദ്രവത്വമുള്ളതെല്ലാം പോയി, അദ്രവത്വമുള്ളതും മാത്രമായി അവശേഷിക്കും. വെളിച്ചം കാണാൻ സൂര്യൻ വേണ്ട, പെട്രോമാക്സ് വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, സോളാർ സിസ്റ്റം വേണം, സോളാർ പാനൽ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മൾ ഒന്നിനെ കുറിച്ചും കവലപ്പെടേണ്ട, സകലവും അവൻ പുതുതാക്കുന്നു. വീണ്ടെടുപ്പിന്റെ ആവശ്യം എന്തിനെല്ലാം വേണ്ടിയിട്ടായിരുന്നുവോ അവയെല്ലാം പുതുതാകും. എന്തിനു വേണ്ടിയിട്ടാണോ കർത്താവ് നമ്മെ വീണ്ടെടുത്തത്, ഭൂമിയെ വീണ്ടെടുത്തത്, ആകാശത്തെ വീണ്ടെടുത്തത്, ഭൂമണ്ഡലങ്ങളെ വീണ്ടെടുത്തത്, അതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മെ പുതുക്കും, ആകാശത്തെ പുതുക്കും, ഭൂമിയെ പുതുക്കും, എല്ലാം പുതുതാകും. പഴയതൊന്നും വേണ്ട. അതായത് ആകാശം, ഭൂമി, ചരാചരങ്ങൾ, മനുഷ്യർ എന്നിവയെല്ലാം പുതുതാക്കപ്പെടും. സാത്താന്റെ പ്രവർത്തനങ്ങൾ ഇല്ല. സാത്താനില്ലാത്ത
ദൈവത്തോടുകൂടെ നമ്മളും, നമ്മോടുകൂടെ ദൈവവും, ആർക്കും പാപം ചെയ്യാൻ കഴിയാത്ത വളരെ മനോഹരമായ ഒരു സമയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഈ പറയുന്ന വചനം വിശ്വാസയോഗ്യമാണ്. അത് സകല മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അതിന് ദൈവവചനം നമുക്ക് കൃത്യമായി 65:17 ഇങ്ങനെയാണ്: ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയും ഇല്ല. ഇന്നിപ്പോ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒന്നും നമുക്ക് ഓർമ്മയില്ല. പഴയതാണ് നമ്മളിപ്പോ ഉരുവിട്ടുകൊണ്ടിരിക്കണേ. അങ്കിൾമാരും ആന്റിമാരും ഒക്കെ അവർ പണ്ടത്തെ കഥകളിരുന്ന് വർണ്ണിക്കും നമ്മളോട്. പണ്ട് ചായ കുടിച്ചത്, പണ്ട് വീട് കയറിയത്, പണ്ട് കഷ്ടപ്പെട്ടത്, പണ്ട് കപ്പ വറുത്തത്, അത് ഇത് അങ്ങനെ ഇങ്ങനെ. ഇപ്പോഴത്തെ എല്ലാം പോക്കാ, ഒന്നും കിളിച്ചു പിടിക്കണില്ല, എല്ലാം പോവുകയാണ്. ദൈവമക്കളെ, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ചെല്ലുമ്പോ പഴയതൊന്നും ഓർക്കില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യെരൂശലേം കനാൻ നാട്ടിൽ വന്നു. കനാൻ നാട്ടിൽ വരുമ്പോഴും വരുന്ന വഴിക്ക് എല്ലാം അവർക്ക് പറയാനുണ്ടായിരുന്ന മിസ്രൈമിലെ ഭക്ഷണത്തെ കുറിച്ചാണ്. ഒരു കാലത്ത് അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഉണ്ടായിരുന്നല്ല അവർ ഓർക്കണേ. അവിടെ മത്തങ്ങ ഉണ്ടായിരുന്നു, ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു. അവർ ഓർത്തേച്ച് ദൈവത്തോട് പഴിക്കുക. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊന്നും അവിടെ ഇല്ല. പഴയത് പിന്നെ ഓർക്കില്ല, പുതിയത് മാത്രം, പുതുമയുള്ളത് മാത്രം. ഓൺലൈൻ മീറ്റിംഗ് ഒന്നും അവിടെ വേണ്ട, എല്ലാവരും ഓൺലൈനിലാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടെയാണ് നമ്മളെല്ലാവരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ വിശ്വാസയോഗ്യമായ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. 21-ാം വാക്യം നിങ്ങൾ നോക്കൂ. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, സംഭവിച്ചു തീർന്നു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, എല്ലാ സംഭവങ്ങളും തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. എന്താണ് ആൽഫയും ഒമേഗയുമാകുന്നു പറഞ്ഞാൽ? ആരംഭവും അവസാനവുമാകുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനുള്ള നിന്ന് സൗജന്യമായി കൊടുക്കും. ഈ പ്രയോഗം, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്ന പ്രയോഗം, 1-ാം വാക്യത്തിൽ, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് 22-ന്റെ 13-ലാണ്. നമുക്കത് കാണാം, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ചുരുക്കത്തിൽ 3 സ്ഥലത്ത് ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആരംഭവും അവസാനവുമാകുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഗ്രീക്കിലെ ഒന്നാമത്തേതും ഒടുവിലത്തേതുമായ അക്ഷരമാണ് ആൽഫയും ഒമേഗയും. ഇപ്പൊ ഈ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില കടകളുണ്ട്, A to Z. ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് പലരും. ഗൾഫിൽ നിന്ന് വന്ന പലരും ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്, A to Z എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള കട. ഇംഗ്ലീഷ് ഭാഷയുടെ ആദ്യാക്ഷരം Z അവസാനം എന്നതുപോലെ തന്നെ എബ്രായ ഭാഷയുടെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു പറഞ്ഞാൽ ഞാൻ ആരംഭവും ഞാൻ അവസാനവുമാകുന്നു എന്നാണ് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിയും അന്തവുമാകുന്നു. ജീവനീരുറവയിൽ നിന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ജീവജലം കൊടുക്കും എന്നാണ്. അതിന്റെ ആശയം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പത്രോസിന്റെ 2-ാം ലേഖനം
പത്രോസിന്റെ രണ്ടാം ലേഖനം 2 പത്രോസ് 3:13 വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാം. 3:13. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഓക്കെ. എബ്രായ ലേഖനം 12:26 മുതൽ 28 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 12:26 മുതൽ 28 വരെ, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നോട് ഇളക്കമില്ലാത്തത് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. അടുത്ത വാക്യം നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. 21:8 വാക്യം. ഭീരുക്കൾ അവിശ്വാസികൾ ആദിയായവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന തീപ്പൊയ്കയെ സംബന്ധിച്ചാണ് 21:8 വാക്യത്തിൽ പറയുന്നത്. 8 തരം ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. 8 കൂട്ടം ആളുകളുണ്ട്. ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ ഭയപ്പെട്ടിരുന്ന ഭീരുക്കൾ അതിൽ 1-ാം നമ്പറാണ്. ഒന്ന് കേട്ടേക്കണേ. ക്രിസ്തുവിനെ ഏറ്റുപറയാൻ ഭയപ്പെടുന്നവർ, അവർക്കുള്ള കമ്പാർട്ട്മെന്റ് സ്വർഗത്തിലല്ല. ഈ കാലം വരെ വചനം കേട്ടിട്ടും യേശുവിനെ ഏറ്റുപറയാത്തവര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന് ഭയം കൊണ്ട്, 2 ലജ്ജ കൊണ്ട്. ഇത് രണ്ടും അവന്റെ നാമത്തെ ഏറ്റുപറയാനുള്ള തടസ്സങ്ങളല്ല. അവന്റെ നാമത്തെ, യേശുവിനെ ഏറ്റുപറയാത്തവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഈ നരകമാണ്. അത് 2-ാം മരണമാണ്. കർത്താവിനെ സാക്ഷിക്കണം. നമ്മുടെ സാക്ഷ്യം പലപ്പോഴും കേട്ടിരിക്കാൻ അത് തിരക്കഥ പോലെയാ. ചില നീണ്ട എന്നാ ഈ നമ്മൾ വായിക്കാറില്ലേ, നമ്മൾ പറയാറില്ലേ നീണ്ട കഥ. ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ ആ കഥ. നീണ്ട കഥ പോലെയാണ്. ഇറങ്ങിയപ്പോ മുതൽ കയറിയുന്ന സമയം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറയും. അത് വീട്ടിൽ പറഞ്ഞാൽ മതി. ജനത്തോട് പറയേണ്ടത് യേശു എനിക്ക് എന്ത് ചെയ്തു എന്നാ പറയേണ്ടത്. അത് ചുരുക്കി പറയാൻ പഠിക്കണം നമ്മൾ, ശീലിക്കണം നമ്മൾ. യേശു എനിക്ക് എന്ത് ചെയ്തു, ഞാൻ അനുഭവിച്ച ആ വിഷയത്തിനകത്ത് കർത്താവ് എന്ത് ചെയ്തു, അതാണ് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ പലവട്ടം മീറ്റിങ്ങുകളിലും ഓൺലൈൻ മീറ്റിങ്ങുകളിലും ഒക്കെ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഈ തമിഴ്നാട്ടിലെ തട്ടുകടക്കാരൻ നെയ്റോസ്റ്റ് ഉണ്ടാക്കും പോലെ അങ്ങോട്ടങ്ങ് പരത്തുകയല്ലേ. പരത്തി അവിടെയുള്ള പാത്രത്തിനകത്ത് കൊള്ളാത്തതുപോലെ പരത്തും. സാധനം വല്ലതും ഉണ്ടോ? ആകെപ്പാടെ ഒരു നാഴി മാവ് കാണും, ഒരു ചെറിയ ഡപ്പിക്കകത്തുള്ള ഒരു മാവ് കാണും. ഈ മാവ് ഇട്ടുവെച്ച ഈ പരത്തനെ
ഈ പരത്തിലല്ല സാക്ഷ്യം. യേശു എനിക്ക് എന്ത് ചെയ്തു, അതാണ് അതിന്റെ ക്രീം. അതാണ് പറയേണ്ടത്. അത് സാക്ഷ്യപ്പെടുത്തണം. പേടിക്കരുത്, നാണിക്കരുത്. കർത്താവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ നാണിച്ചാൽ നിങ്ങളെ കുറിച്ച് സ്വർഗവും നാണിക്കും. നമ്മൾ അവനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ നമ്മളെ ഏറ്റു പറയാ. നമ്മൾ സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മളെ ആരും പരിചയമില്ല, നമ്മളെ ആരും ഏറ്റു പറയാ. നമ്മളെ ഏറ്റു പറയുമ്പോഴാണ് നമ്മളെ സ്വർഗത്തിലുള്ളവർ അറിയുക. അതുകൊണ്ട് എന്നും അവനെ സാക്ഷ്യപ്പെടുത്തണം, അവനെ കുറിച്ച് പറയണം ആരോടെങ്കിലും ഒരാളോട്. എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞ് ഞാൻ തോറ്റിട്ടില്ല, ഇനിയും ഞാൻ പറയും. പക്ഷെ പറയണം, നമ്മൾ അവന്റെ സാക്ഷികളാകണം. ഭീരുക്കൾ അവനെ സാക്ഷ്യപ്പെടുത്താൻ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയാണ്. യേശു കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ ഭയപ്പെടുകയോ ലജ്ജിക്കുകയോ ചെയ്യുന്നവർക്കുള്ള സ്ഥലം അഗ്നിപ്പൊയ്കയാണ്. അതുകൊണ്ട് പോണേന് മുമ്പ് അവന്റെ സാക്ഷിയാകണം. ഓക്കെ, ഭീരുക്കൾ. പിന്നെ അവിടെ പറയുന്നത് നുണ പറയുന്നവർ. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും. ആദ്യത്തെയും അവസാനത്തെയും, 8-ൽ 1-ാമത്തേതും 8-ൽ 8-ാമത്തേതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേരെ. ഭോഷ്ക് പറയുന്നവർക്കും. ഭോഷ്ക് എന്ന് പറഞ്ഞാൽ നുണ പറയുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള സ്ഥലം സ്വർഗം അല്ലാന്ന്. അത് നമ്മൾ ആര് നുണ പറഞ്ഞാലും വിശുദ്ധ നുണന്ന് അതിന് പേരില്ല. നുണയ്ക്ക് വിശുദ്ധ നുണ എന്ന് പേരില്ല. നുണ ആര് പറഞ്ഞാലും നുണ തന്നെയാണ്. അത് തിരുമേനി പറഞ്ഞാലും, പാസ്റ്റർ പറഞ്ഞാലും, ഉപദേശി പറഞ്ഞാലും, സാധാരണക്കാരൻ പറഞ്ഞാലും, ആദിവാസി പറഞ്ഞാലും നുണ തന്നെയാണ്. നുണ പറയുന്നവർക്കുള്ള സ്ഥലം അതാണ്. നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്, നോക്കി വെച്ചവർക്ക് നുണ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭീരുക്കൾ, നുണ പറയുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഇതാണ്. 8 കൂട്ടം ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അതിന്റെ അവസാനം നിങ്ങൾ കേട്ടോ, അത് 2-ാമത്തെ മരണം. അതെന്താണ് അതിന് 2-ാം മരണം എന്ന് പറയാൻ കാരണം? അപ്പൊ 1-ാം മരണം ഏതാണാവോ? 1-ാം മരണം എന്ന് പറയുന്നത് ആത്മാവിനുണ്ടായ ആദ്യ മരണം. 2-ാം മരണം എന്ന് പറയുന്നത് ആത്മാവിനുണ്ടാകുന്ന അവസാനത്തെ മരണം. 1-ാം മരണം ആദം പാപം ചെയ്തപ്പോൾ നീ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീക മരണം. 2-ാം മരണം എന്ന് പറയുന്നത് ആത്മാവിനെ എന്നേക്കുമായി നരകത്തിൽ തള്ളുന്നതാണ്. ഇതിനിടയിൽ ജീവിക്കാൻ ഒത്തിരി മാർഗം ദൈവം തുറന്നു വെച്ചു. രക്ഷപ്പെടാൻ ഒത്തിരി മാർഗം തുറന്നു വെച്ചു. ജീവൻ പ്രാപിക്കാൻ മാർഗം തുറന്നു വെച്ചു. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് ഒരു മരണമല്ല, അതൊരു വേർപാട് മാത്രമാണ്. കാരണം വീണ്ടും ഒരു സഹയോഗമുണ്ട്.
മഹത്വപൂർണമായതും മഹത്വരഹിതവുമായതായ ഒരു പുനരുദ്ധാനമുണ്ട്. വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആ മരണം ഉറക്കം പോലെയാണ്. അവർക്ക് രണ്ടാം മരണമില്ല. അല്ലാത്തവർക്ക് രണ്ടാം മരണം ആത്മാവിനെ നിത്യനരകത്തിലേക്ക് തള്ളുന്നതാണ്. തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക, അത് രണ്ടാം മരണം. ഇപ്പൊ ജീവൻ പ്രാപിക്കാൻ കർത്താവായ യേശുക്രിസ്തു ആരെങ്കിലും അവനെ നോക്കിയാൽ ജീവിക്കും. അതാണ് ഇപ്പോൾ അതിനുള്ള മാർഗം. അടുത്തത്, അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരിക. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി അഥവാ പുതിയ യെരൂശലേം 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവിടെയാണ് പുതിയ യെരൂശലേമിന്റെ വലിപ്പം, പുതിയ യെരൂശലേമിന്റെ മതില്, ഗോപുരങ്ങൾ, 12 അടിസ്ഥാനങ്ങൾ, 12 രത്നങ്ങൾ, ഓരോ ഗോപുരത്തിന്റെയും പ്രത്യേകത. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ ചിന്തിക്കാം. അപ്പൊ അന്ന് മനസ്സിലാവും നമുക്ക് എന്തുമാത്രം സ്ഥലം ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കിട്ടും. അതിന്റെ ഒരു കണക്ക് എൻ്റെ മുൻപിലുണ്ട്. ഞാൻ പഠിച്ചൊരു കണക്കാ. ആ കണക്ക് പറയാം. ആ കണക്ക് പറയുമ്പോൾ മനസ്സിലാവും നമുക്കെല്ലാം വേണ്ടി കർത്താവ് സ്ഥലമൊരുക്കാൻ പോയിട്ടുണ്ട്. അവൻ പോയി ഒരുക്കിയ സ്ഥലം, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഒരു കൂടാരത്തിൽ ഒരു പോർഷൻ എനിക്ക് അവൻ വെച്ചിട്ടുണ്ട്. അവൻ എന്നെ അനാഥനായി വിടില്ല. അവൻ എന്നെ വെറും പറമ്പിലേക്ക് വിടില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു കൂടാരത്തിൽ ഒരു സ്ഥലം കരുതി വെച്ചിട്ടുണ്ട്. അത് അവൻ എനിക്ക് തരും. അന്നാളിൽ അവൻ എനിക്കത് തരും. അതിന് നമ്മൾ വചനം പഠിച്ച് വചനത്തിൽ വളർന്ന് വിശ്വാസത്തിൽ ജീവിച്ചാൽ നമുക്കത് സ്വന്തമാക്കാം. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രത്യാശ ഇതായിരിക്കട്ടെ. ഇത് നമ്മുടെ പ്രതീക്ഷയായിരിക്കട്ടെ. ഇതിന് വലിയവനായ ദൈവം നമുക്ക് കൃപയും ഭാഗ്യവും തരട്ടെ. പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഇനി ഞങ്ങൾ കേട്ട ആലോചനയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പുതിയ യെരൂശലേം, പുതിയ നഗരം, അതിന്റെ അന്തഃപുരത്തിൽ ഒരു നോക്കിന് ഗതിയില്ലാതെ പുറംപറമ്പിൽ കിടന്ന സാധുക്കളായി ഞങ്ങൾക്ക് നീ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ് കർത്താവെ. ഞങ്ങൾക്കത് നഷ്ടപ്പെടരുത്. ഭീരുക്കൾക്കും നുണ പറയുന്നവർക്കും ഒരുക്കപ്പെട്ടിട്ടുള്ളത് നിത്യനരകമെന്ന രണ്ടാം മരണമാണെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഭയത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിക്കുവാൻ സത്യാത്മാവെ ഞങ്ങളെ ഉപദേശിച്ച് നടത്തണമേ. അങ്ങ് മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങ് മഹത്വമെടുക്കണം. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.